എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് ചെറിയ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് സുഹൃത്തുക്കളെ. നിങ്ങൾ കുറേ കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്, എങ്ങനെ നോർമൽ മെക്കാനിക്കൽ ബ്രേക്ക്, കേബിളിൽ ആക്ടിവേറ്റ് ആകുന്ന മെക്കാനിക്കൽ ബ്രേക്ക് എങ്ങനെ ഹൈഡ്രോളിക് ബ്രേക്ക് ആക്കണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ, എത്ര രൂപ ചിലവ് വരും ഹൈഡ്രോളിക് ബ്രേക്ക് ആക്കാൻ വേണ്ടി, നോർമൽ സൈക്കിളിൽ ഹൈഡ്രോളിക് ബ്രേക്ക് ആക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ മുഴുവനായിട്ടിരുന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു നോർമൽ ബ്രേക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് ആക്കാം എന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. നമ്മുടെ പോളിക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, കുട്ടപ്പനായിട്ട് ഇരിക്കുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മളധികം ഇപ്പോൾ എടുക്കൽ കുറവാണ്, പോളിക്കുട്ടൻ എടുക്കാറില്ല. പോളിക്കുട്ടൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ്റെനൻസ് കോസ്റ്റ്. വലിയ മെയിൻ്റെനൻസ് കോസ്റ്റ് ഒന്നും പറയാനില്ല, നമുക്ക് താങ്ങാവുന്നത് തന്നെ ഉള്ളൂ. പക്ഷേ ഇത് പണി വരുത്തണ്ടല്ലോ എന്ന്, കാരണം ചില പാർട്സുകളൊക്കെ അവൈലബിലിറ്റി ഭയങ്കര കുറവായതുകൊണ്ട് നമ്മൾ മെയിൻ്റെനൻസ് കുറച്ച് വെച്ചിരിക്കുകയാണ് പോളിക്കുട്ടനെ. ഫുൾ സസ്പെൻഷൻ വണ്ടിയാണ്, ഒന്ന് കഴുകി വൃത്തിയാക്കണമെന്ന ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇല്ല, വേണമെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ കഴുകാം എന്നുള്ളൊരു രീതിയിലാണ് പോളിക്കുട്ടൻ ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബെറ്റിക്കുട്ടൻ ഇരിക്കുന്നുണ്ട്. ഇത് ബറ്റാലിയൻ്റെ V0V1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബൈക്കാണ് സുഹൃത്തുക്കളെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ V0V1ൻ്റെ പ്രത്യേകത, ഇതിൽ ആക്ച്വലി വരുന്നതിൻ്റെ മേജർ പ്രത്യേകത ഇതിൻ്റെ ഗ്രൂപ്പ് സെറ്റാണ്. കാരണം 30,000 രൂപ അടുപ്പിച്ച് വില വരുന്നൊരു വണ്ടിയാണ് കേട്ടോ ബറ്റാലിയൻ്റെ V0V1 എന്ന് പറയുന്നത്. ടൂർണി ഗ്രൂപ്പ് സെറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ പേഴ്സണലി ഉപയോഗിക്കുന്നൊരു ബൈക്കാണ്. എന്താണ് റോഡ് ബൈക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ബറ്റാലിയൻ്റെ V0V1 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബൈക്കാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് കേട്ടോ. കാരണം 30,000 രൂപയ്ക്ക് ഒരു മേജർ ഒരു റോഡ് ബൈക്ക് എന്നുള്ളൊരു രീതിയിൽ കോൺസെപ്റ്റിൽ ഇറക്കിയിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ അപ്ഗ്രേഡഡ് വെർഷൻ ഉണ്ട്, ക്ലാരിസ് ഗ്രൂപ്പ് സെറ്റായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് ചുണക്കുട്ടന്മാർ സുഹൃത്തുക്കളെ. ഇനി നമുക്ക് നേരെ അനിയനെയും കൂട്ടിയിട്ട് നേരെ നമുക്ക് നമ്മുടെ ജോഷ് ബൈക്സിലേക്ക് പോകാം. കുറേ നാളായി നിങ്ങൾ ജോഷ് ബൈക്സ് കണ്ടിട്ട് എന്ന് എനിക്കറിയാം. കുറേ പേര് ചോദിക്കുന്നുണ്ട് ഷോപ്പിൻ്റെ വീഡിയോ ഇടുന്നൊക്കെ. ഷോപ്പിൻ്റെ വീഡിയോ അവിടെയാണ് നമ്മൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫുൾ കസ്റ്റമൈസേഷൻ, മോഡിഫിക്കേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ നേരെ നമുക്ക് കണ്ണാടിയും എടുത്ത് ജോഹേ വാടാ കടയിലേക്ക് പോവാം, ഒരു വീഡിയോ എടുക്കാണ്ട്. എന്നിട്ട് സ്കൂട്ടി ഒന്ന് മാറ്റിയായിരുന്നു സുഹൃത്തുക്കളെ. നമ്മുടെ ക്രിസ്റ്റഫർ ഇല്ലേ, നമ്മുടെ സുഹൃത്ത്, അവൻ്റെ വണ്ടി എടുത്തു. അവൻ നേരെ എവിടേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ്റെ ബൈക്ക് എടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്കൂട്ടിയിൽ നേരെ ഷോപ്പിലേക്ക് പോകാം, എന്നിട്ട് അവിടെ നിന്ന് കാട്ടിത്തരാം എന്താണ് മോഡിഫിക്കേഷൻ എന്നുള്ളത്. സോ ലെറ്റ്സ് ഗോ. അതിനേക്കാട്ട് മുന്നായിട്ടേ നമുക്കിതൊന്ന് സ്പ്രേ അടിച്ചിട്ട് പോവാം. എനിക്ക് സ്പ്രേ അടിക്കാനല്ല, മക്കോഫിൻ്റെ സിൽക്കി സ്മൂത്ത് സസ്പെൻഷൻ സ്പ്രേ ആണ്. എനിക്ക് സസ്പെൻഷൻ ഇങ്ങനെ ഡ്രൈ ആയിരുന്നിട്ട് കാണുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട്, ഒരു സുഖമില്ല. ഇനി 2 വട്ടം ഒന്ന് ആക്ഷൻ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ലൂബ്രിക്കേഷൻ എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം വരുന്നത്. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് സസ്പെൻഷൻ. ഇത് 500 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വാങ്ങാവുന്ന തന്നെയുള്ളൂ കേട്ടോ. സിൽക്കി സ്മൂത്ത് സസ്പെൻഷൻ, ഇതാണ് സാധനം മക്കോഫിൻ്റെ. ഇനി നമുക്ക് പോകാം ഗൈസ്. ഇതടിച്ചപ്പോൾ ഇത് നേരത്തെ ഞാനത് പ്രസ് ചെയ്തിട്ട് അമർത്തി നോക്കിയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ചെയ്ത് നോക്കിയപ്പോൾ ഒരു മുറുക്കം. ഇനി അതൊന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് എല്ലായിടത്തേക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. സോ ഇതടിച്ച് സ്പ്രേ അടിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ എനിക്കും ഒന്ന് സ്പ്രേ അടിക്കാം, എന്നിട്ട് പോവാം. സോ നമ്മൾ കുറച്ച് നാളായിട്ടുണ്ട് കടയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിട്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. നമ്മൾ ആക്ച്വലി ആദ്യം നമ്മൾ എന്താ ചെയ്തതെന്നുള്ളത് ചെയ്യാം. കാരണം ഫുൾ പ്രൊസീജിയർ ചെയ്യാൻ ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ ഞാൻ ഉണ്ടായിരുന്നില്ല. ആദ്യം നമ്മൾ ചെയ്യുന്ന കാര്യം, ഇത് നിങ്ങൾ വില നോക്കിക്കോട്ടാ. ഷിമാനോൻ്റെ ഹൈഡ്രോളിക് ബ്രേക്കാണ് വരണത്. ഹൈഡ്രോളിക് ബ്രേക്കിൻ്റെ ഓയിലാണ് കേട്ടോ. ഈ സംഭവം നമുക്ക് വേണം ഈ സാധനം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് ഒരു 750 രൂപ അടുപ്പിച്ച് താഴെ വില വരുന്നുണ്ട് കേട്ടോ. 750 രൂപ അടുപ്പിച്ച് വില വരുന്നുണ്ട്. ഹൈഡ്രോളിക് മിനറൽ ഓയിൽ, ഷിമാനോൻ്റെ തന്നെയാണ് ഹൈഡ്രോളിക് മിനറൽ ഓയിൽ എന്ന് പറയുന്നുണ്ട്. ഒരു 700-750 റേഞ്ചിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നുണ്ട്. അതിനായിട്ട് താഴും കുറയും ഒക്കെ ഡിപ്പെൻസ് ആണ് കേട്ടോ, അത് വരുന്നുണ്ട്. പിന്നെ നമ്മൾ പഴയ സൈക്കിളിൽ നിന്ന് മാറ്റിയിട്ടുള്ള ഷിഫ്റ്ററാണ് കേട്ടോ. ഷിഫ്റ്റർ നമുക്ക് മാറ്റണം. ഈ ഷിഫ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 7 സ്പീഡാണ് ഷിഫ്റ്റർ വരുന്നത്. പ്ലസ് ബ്രേക്ക് അടക്കം ഒരുമിച്ചുള്ള ഷിഫ്റ്ററാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഷിഫ്റ്റിംഗ് ഇവിടെയാണ് വരുന്നത്. അപ്പ് ചെയ്യുക, ലോ ചെയ്യാനും ഹൈ ആക്കാനുമുള്ള ഷിഫ്റ്റേഴ്സ് ഇവിടെ വരുന്നത്. ബ്രേക്കിൻ്റെ ലിവറും ഇവിടെ വരണത് കേട്ടോ. അതുകൊണ്ട് ഇത് എല്ലാം ഒരുമിച്ചാണ് വരണത്. ഒരുമിച്ച് വരുന്നത് കൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് ബ്രേക്ക് ആക്കുമ്പോൾ രണ്ടും സെപ്പറേറ്റ് ആക്കണം. സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഒരു സാധനം വേണം കേട്ടോ.
ഇതാണ് ഷിഫ്റ്റർ വരുന്നത്. ഇത് 3 സ്പീഡിൻ്റെ ഷിഫ്റ്ററാണ്. ഷിമാനോ 3 സ്പീഡിൻ്റെ ഷിഫ്റ്ററാണ് വരുന്നത്. ഇതിനും ഏകദേശം 1250 രൂപ അടുപ്പിച്ച് വില വരുന്നുണ്ട്. കുറയും കൂടും ഷിപ്പിങ്ങും ഒക്കെ അനുസരിച്ച് തന്നെ ഏകദേശം പറഞ്ഞത്. അത് 750, ഇത് ഒരു 1250 റേറ്റ് കൂട്ടിക്കോ, അത് രണ്ടും കൂട്ടിക്കോ. പിന്നെ ഇതാണ് ഷിഫ്റ്റർ വരുന്നത്. ഈ ഷിഫ്റ്ററാണ് നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടോ, 7 സ്പീഡിൻ്റെ. ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാൻ ഇതായിരിക്കും. ഇത് ഷിഫ്റ്റർ മാത്രമേ ഉള്ളൂ. ഇതാ 3 സ്പീഡ് 1 2 3 എന്ന് പറഞ്ഞിട്ട് ഷിമാനോന് ഷിഫ്റ്റർ മാത്രം. അതിൽ നമുക്ക് ഈ ബ്രേക്ക് വരില്ല. അപ്പോൾ ഷിഫ്റ്റർ ഇത് 2 എണ്ണം, ഇത് 3 സ്പീഡിൻ്റെ ആണ്. അതുപോലെ തന്നെ ഇതേ സെയിം സാധനം 7 സ്പീഡിൻ്റെ. 100 രൂപ എങ്ങാനും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് അടുത്ത കാര്യം വേണ്ടത് ഈ ചെപ്പാണ് കേട്ടോ. ഇതിലായിരുന്നു നമ്മളിപ്പോൾ വെച്ചു. അതെ, ഈ ബ്രേക്കിൻ്റെ കാലിബർ ഇത് നമുക്ക് ആവശ്യം വരുന്നില്ല. ഇത് മെക്കാനിക്കലാണ് വരുന്നത്. മെക്കാനിക്കലായതുകൊണ്ട് ഈ കാലിബർ നമുക്ക് ആവശ്യം വരുന്നില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ കാലിബറും മാറ്റുന്നുണ്ട് കേട്ടോ. അത് സെറ്റായിട്ടാണ് വരിക. സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ആക്ച്വലി ഇതാണ് അതിൻ്റെ ബോക്സ് വരുന്നത്. ഇതാ ഷിമാനോൻ്റെ ഹൈഡ്രോളിക് ഡിസ്ക് ബ്രേക്ക്. ഇതാണ് നമുക്ക് അതിലേക്ക് ഫിക്സ് ചെയ്യേണ്ടത് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യാൻ പോകുന്ന ബൈക്കിലേക്ക് ഫിക്സ് ചെയ്യേണ്ടത് ഈ ഒരു സംഭവമാണ്. ഇത് ഒരു സെറ്റാണ് കേട്ടോ അല്ലേ. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലെന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലെന്ന് മാർക്ക് ചെയ്തത് ലെഫ്റ്റ് ലിവർ മാത്രമാണ്. ലിവറും കാലിബറും, ഫ്രണ്ടിലത്തെ ലിവറും ഈ ലിവറും അതുപോലെ തന്നെ നമ്മുടെ കാലിബർ എന്ന് പറയണത് ഈ സംഭവമാണ് കേട്ടോ. കാലിബർ എന്ന് പറയണത് ഈ സംഭവമാണ്. ഇതുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒരു സൈഡ് ഹൈഡ്രോളിക് ബ്രേക്ക് ആക്കാൻ വേണ്ടിയിട്ട് 2800 രൂപയ്ക്ക് അടുപ്പിച്ച് 2800 രൂപ. അതിനാണ് കുറച്ചുകൂടി കുറയും. ഏകദേശം ഒരു 2800 രൂപ അതിന് മാത്രം വരുന്നുണ്ട്. അപ്പോൾ ഇത് വേണം. അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു സംഭവമാണ് ഈ മിനറൽ ഓയിൽ. അതിന് റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താൽ ഇത് ഒരു സൈഡാണ് വരണുള്ളൂ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഷിഫ്റ്റർ ഫ്രണ്ടും ബാക്കും 3 സ്പീഡ് ആണെങ്കിൽ 3 സ്പീഡ് അതിൻ്റെ ഷിഫ്റ്റർ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് ലെഫ്റ്റും റൈറ്റും വേണം. അപ്പോൾ നിങ്ങൾ കൂട്ടുമ്പോൾ ലെഫ്റ്റും റൈറ്റും നോക്കിക്കോ. ഇനി നമ്മൾ ഫുള്ള് ഫിക്സ് ചെയ്തിട്ടുള്ള വണ്ടി MTB. ഇത് ക്രാഡിയാക്കിൻ്റെ ഒരു ബൈക്കാണ്. ആ ബൈക്ക് ഞാൻ കാട്ടിത്തരാം കേട്ടോ, പുറത്ത് കൊണ്ടുപോയിട്ട് വെളിച്ചത്ത് കാട്ടിത്തരാം. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ക്രാഡിയാക്കിൻ്റെ ഒരു സൈക്കിൾ വരണത് കേട്ടോ. ഇതിലാണ് നമ്മൾ കംപ്ലീറ്റ് ഫ്രെയിം ഒഴിച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും മോഡിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ഹൈഡ്രോളിക് ബ്രേക്കിന് മുന്നിട്ടാണ് നോർമൽ ഒരു സസ്പെൻഷൻ ആയിരുന്നു വരുന്നുണ്ടായിരുന്നത്. നമ്മൾ അത് SR സണ്ടൂറിൻ്റെ സസ്പെൻഷൻ നമ്മൾ ഇവിടെ നിന്ന് സാധനം സോഴ്സ് ചെയ്ത് നമ്മൾ സാധനം എത്തിച്ചു കൊടുത്ത് SR സണ്ടൂറിൻ്റെ സസ്പെൻഷൻ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ അടുത്ത് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കൗട്ട് ഉള്ളത് കാണാൻ പറ്റും കേട്ടോ. ലോക്കൗട്ടുള്ള സസ്പെൻഷൻ ഇതാ, ലോക്കൗട്ടുള്ള SR സണ്ടൂറിൻ്റെ സസ്പെൻഷൻ കേട്ടോ. അത് SR സണ്ടൂറിൻ്റെ സസ്പെൻഷൻ വെച്ചു. അതിനുശേഷം കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു കാര്യം, ആൾക്ക് ഹൈഡ്രോളിക് ബ്രേക്ക് എത്തിനാണ്. കുറച്ച് ആദ്യമായിട്ട് സാലറി കിട്ടിയതിന് ശേഷം വാങ്ങിയിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് കുറച്ച് ഇമോഷണലി കണക്റ്റഡ് ആണ് ഈ ബൈക്ക്. അപ്പോൾ ഇതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്യാനാണ് ആൾക്ക് ഇൻട്രസ്റ്റ്. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഇതിൽ ചെയ്തത് കേട്ടോ. ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. അതാരും ജഡ്ജ് ചെയ്യാനുള്ള അവകാശം വേറെ ആർക്കും ഇല്ല. ഞാൻ പറയാനുള്ളത് ആൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അപ്ഗ്രേഡ് ചെയ്ത് അടുത്ത വെർഷൻ വരുന്നത് ഇതാ, നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാണ് ഹൈഡ്രോളിക് ബ്രേക്ക് ഗൈസ്. ഇതാണ് ഹൈഡ്രോളിക്. ഇപ്പുറത്തുനിന്ന് കാട്ടി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണും. ഈ ഒരു സംഭവമാണ് ഹൈഡ്രോളിക് ബ്രേക്കും. ഇതുമാണ് നമുക്ക് ആക്ച്വലി ഷിമാനോൻ്റെ തന്നെ ഹൈഡ്രോളിക് ബ്രേക്കും വരുന്നത് കേട്ടോ. ഇങ്ങനെ കാട്ടി കൊടുത്ത ഹൈഡ്രോളിക് ബ്രേക്ക് കണ്ടോ. ഇതാണ് ആ ഒരു സ്റ്റോപ്പിംഗ് പവർ വരുന്നത്. സ്റ്റോപ്പിംഗ് പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുന്നത്തെക്കാട്ടും നമുക്ക് കുറച്ചും കൂടിയും ഒരു പവർ കിട്ടും. ഇനിയും ഒരു കാര്യം കൂടി ഇതിൽ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട്. അത് അതിൻ്റെ റോട്ടറാണ് കേട്ടോ. റോട്ടർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ടോപ്പ് ലൈനായിട്ട് മാറും. കാരണം സ്റ്റോപ്പിംഗ് പവർ നല്ലോണം കൂടുതൽ കിട്ടും. ഇപ്പോൾ ഒരു ബേസ് മോഡലാണ് റോട്ടർ ഇരിക്കണത്. അത് ഒരു ഒരു എന്താ പറയുക, നമ്മളത് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് അതുകൊണ്ട് മാറ്റേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്ക് ഇതാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ കണ്ടോ, ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ 7 സ്പീഡിൻ്റെ സെപ്പറേറ്റ് ഷിഫ്റ്ററാണ്. നേരത്തെ ഞാൻ വില പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളതൊന്ന് നോക്കി നോക്കുക. ഫ്രണ്ടിലത്തെ ഇത് ബാക്കിലത്തെ ഷിഫ്റ്ററാണ്. അതുപോലെ തന്നെ ഇത്
ഫ്രണ്ടിലത്തെ ഷിഫ്റ്ററാണ് കേട്ടോ. ഫ്രണ്ടിലത്തെ ഷിഫ്റ്ററും മാറിയിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാ സംഭവങ്ങളും ഇതിലേക്ക് വരുന്നത് നോർമൽ ഇതാണ് വരുന്നത് കേട്ടോ. വേറെ നമ്മളൊന്നും മാറ്റിയിട്ടില്ല. ബാക്കിലത്തെ ചെയിൻ മാറ്റിയിട്ടുണ്ട്, KMCയുടെ ചെയിൻ ഇട്ടിട്ടുണ്ട്. അത് കുറച്ച് നാളത്തെ ആ ഒരു തുരുമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അത് മാറ്റിയിട്ടുള്ളത്. പിന്നെ മെഗാ റേഞ്ച് നമ്മുടെ ഫ്രീ വീല് ആയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, ഇതാണ് ഷോപ്പിൻ്റെ നമ്പർ വരുന്നത് 9995178370. ഇതാണ് ഫോൺ നമ്പർ വരുന്നത്. ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് എത്തിച്ചു തരണമെങ്കിൽ വീട്ടിലേക്ക് എത്തിച്ചു തരും. ഫ്രീ ഡെലിവറി ആയിരിക്കും. ഡിപ്പെൻസ് ഓൺ ഓരോ എന്ത് ഐറ്റമാണ് പർച്ചേസ് ചെയ്യണത് എന്നനുസരിച്ചിട്ട് ഇരിക്കും ഡെലിവറി ചാർജ് വരുന്നത് കേട്ടോ. നമുക്ക് ഈ സസ്പെൻഷൻ വരുന്നുണ്ട്. SR സണ്ടൂറിൻ്റെ സസ്പെൻഷൻ സോഴ്സ് ചെയ്യണമെങ്കിൽ ഓർഡർ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരും. അതുപോലെ തന്നെ ഷിമാനോൻ്റെ ഹൈഡ്രോളിക് പാർട്ടും ഈ ഹൈഡ്രോളിക്കിൻ്റെ ബ്രേക്കും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷിമാനോൻ്റെ പ്രൊഡക്ട്സ് വേണമെങ്കിലും ചെയ്തു തരും. ഇനിയിപ്പോൾ നിങ്ങൾ തൃശ്ശൂർക്ക് ഒരു 25 കിലോമീറ്ററൊക്കെ ആണെങ്കിൽ നമ്മൾ പിക്കപ്പ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും സർവീസ് ഫുൾ സർവീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ 9 to 5 ജോബ് ചെയ്ത് തിരക്കിലുള്ള ആൾക്കാരുകളൊക്കെ ആണെങ്കിൽ ബൈക്കും സർവീസ് ചെയ്യണം എന്നുണ്ടെങ്കിലും ഈ കാണുന്ന ഈ നമ്പറിലേക്ക് തന്നെ വിളിച്ചാൽ മതി. സർവീസ് ചെയ്ത് നിങ്ങളുടെ ആഗ്രഹപ്രകാരമുള്ള രീതിയിൽ നിങ്ങളുടെ ബൈക്കിനെ മാറ്റി നിങ്ങളുടെ കയ്യിൽ വീട്ടിലേക്ക് എത്തിച്ചേരും സുഹൃത്തുക്കളെ. അതെങ്ങനെയുണ്ട് ആ ഡയലോഗ്? അപ്പോൾ അതാണ് നമ്മളുടെ ഇത് വരുന്നത്. അപ്പോൾ ഇത് ഇന്ന് കസ്റ്റമർക്ക് കൊടുക്കാനുള്ളതാണ്. ഫുൾ സർവീസും കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇന്ന് ഷൂട്ട് ചെയ്യണത് ഒരു സൺഡേ ആണ്. കസ്റ്റമർക്ക് ഒഴിവ് സൺഡേ ആണ് വരാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ കസ്റ്റമർ വന്നിട്ട് കസ്റ്റമറുടെ അഭിപ്രായം ചോദിക്കാം. ആദ്യം ആൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സസ്പെൻഷനായിരുന്നു. അതിന് ശേഷം ഇപ്പോൾ ഇതും കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മോഡിഫിക്കേഷൻസ് ഫുൾ നടത്തിയിട്ടുണ്ട്. എന്തായാലും കസ്റ്റമർ വരട്ടെ, ആളോട് ബാക്കി അഭിപ്രായങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. അപ്പോൾ ഇങ്ങനെയാണ് മോഡിഫിക്കേഷൻ എത്ര രൂപ വരുമെന്ന് ഉള്ള ചോദ്യത്തിനുള്ള ഉത്തരം. മോഡിഫിക്കേഷൻ ഹൈഡ്രോളിക് ബ്രേക്ക്, മെക്കാനിക്കൽ ബ്രേക്കിൽ നിന്നും ഹൈഡ്രോളിക് ബ്രേക്കിലേക്ക് മോഡിഫിക്കേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും റേറ്റ് വരും ഇങ്ങനൊരു മോഡിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത് സുഹൃത്തുക്കളെ. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ കസ്റ്റമർ വരട്ടെ, ആളുടെ അടുത്തുനിന്ന് ബാക്കി ഡീറ്റെയിൽ ചോദിക്കാം. സോ ഗൈസ്, കസ്റ്റമർ ബൈക്ക് എടുത്ത് കണ്ടു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര നാൾ മുന്നായിട്ട് എന്നാ ഈ വണ്ടി എടുത്തത്? ആക്ച്വലി ഇപ്പോൾ ഈ വണ്ടി എടുത്തിട്ട് 2023 സൈക്കിൾ എടുക്കുന്നത്. കോവിഡൊക്കെ കഴിഞ്ഞ ശേഷം സൈക്ലിംഗ് അപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നിയിട്ട് ആ ടൈമിലാണ് സൈക്കിൾ തുടങ്ങിയത്. ഞാൻ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് എടുത്തിരുന്നത്. അന്നങ്ങനെ നോക്കിയൊരു നമുക്ക് കിട്ടാവുന്നൊരു നല്ല ഇതൊക്കെ വെച്ചിട്ടുള്ള ഒരു ബൈക്ക് എന്നുള്ള രീതിയിൽ നോക്കിയെടുത്തതാണ്. ഏകദേശം 2023 എടുത്തുള്ളൂ. ഏകദേശം 3 വർഷം ആയി. ഇപ്പോൾ ഏകദേശം ആ ഒരു പൈസക്കുള്ള തന്നെ അപ്ഗ്രേഡേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നടത്തിയത് സ്റ്റോക്കായിട്ടുള്ള ഇതും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്റ്റോക്കായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ. 2023, 2024, 25, 26 ഒരു 3-4 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് അതിനുശേഷം ഇപ്പോൾ അപ്ഗ്രേഡ് നടത്തി. ഇപ്പോൾ SR സണ്ടൂറിൻ്റെ സസ്പെൻഷൻ കഴിഞ്ഞു, ഷിഫ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്, ഹൈഡ്രോളിക് ബ്രേക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഹൈഡ്രോളിക് ബ്രേക്കിലേക്ക് ആയിട്ട് ഓടിച്ച് നോക്കിയിട്ടില്ലെങ്കിലും സ്റ്റിൽ സസ്പെൻഷൻ ഒരു ചെറിയൊരു സസ്പെൻഷൻ മാറ്റിയോടുകൂടി പെർഫോമൻസും എല്ലാം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ട്. കാരണം ഞാൻ ഫസ്റ്റ് തന്നെ മാറ്റം വരുത്തിയത് നമ്മൾ ഇതിലാണ്, സസ്പെൻഷനാണ് ആദ്യം മാറിയത്. പിന്നെ ടോട്ടലുള്ള സർവീസ് കാര്യങ്ങൾ ചെയ്തിരുന്നു. ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടായിരുന്നു. ഒരു ആഴ്ച ഞാനത് ഉപയോഗിച്ച് നോക്കി. അതിന് ശേഷമാണ് ഇപ്പോൾ ബ്രേക്ക് അപ്ഗ്രേഡേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതും നല്ലൊരു തന്നെയാണ് മൊത്തത്തിൽ. എനിക്ക് തോന്നുന്നു ബ്രേക്കിങ് കുറച്ചും കൂടിയും സ്റ്റോപ്പിംഗ് പവർ കൂടും നമുക്ക്. അതുപോലെ തന്നെ ആ ഒരു പ്രീമിയം ഇതിലേക്ക് മാറും. മെക്കാനിക്കലാകുമ്പോൾ നല്ലൊരു മെക്കാനിക്കലാണെങ്കിൽ കുഴപ്പമില്ല. സ്റ്റിൽ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് തന്നെയാണ് അതിൻ്റെ അവസാന വാക്ക് എന്ന് വേണമെങ്കിൽ ഞാൻ പറയും. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. സ്ഥലം എവിടെയായിരുന്നു? സ്ഥലം വരുന്നത് എടത്തിരുത്തി, തൃപ്രയാർ ആ ഭാഗം. ഓക്കെ. അപ്പോൾ കൂടുതൽ സർവീസിനും എല്ലാത്തിനും വീണ്ടും കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതെ, ഇനിയും ചെറിയൊരു വലിയൊരു അപ്ഗ്രേഡേഷനും കൂടി ചെയ്യണം. അത് ഇനി ഇതിൽ അപ്ഗ്രേഡ് ഇല്ല കേട്ടോ, ഇവിടെ ചെയ്തില്ല. ഇനി ഇതിൽ ബൈക്ക് മാറ്റാനേ ഉള്ളൂ. ആള് ഫസ്റ്റ് സാലറിയിലേക്ക് വാങ്ങിയതാ? എങ്ങനെയാ ഫസ്റ്റ് അല്ല, ഫസ്റ്റ് വാങ്ങിച്ചത് എനിക്കൊരു ഗിയർ സൈക്കിൾ എന്നുള്ളൊരു സംഭവം താല്പര്യമുള്ളതായിരുന്നു സ്കൂൾ ടൈമിലായാലും. പക്ഷെ അത് കിട്ടിയില്ല. പിന്നെ നമുക്കൊരു സാമ്പത്തികമൊക്കെ വന്ന് ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിച്ചു. ഓക്കെ. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്. ഇതുപോലത്തെ കിടിലൻ അപ്ഗ്രേഡ് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നാളെ 6 മണിക്ക് കാണാം. ബൈ ഗൈസ്.